माननीय श्री के राधाकृष्णन जी. Thank you, sir. Sir, I oppose the Industrial Relation Code Amendment Bill 2026. Sir, ഇന്ന് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു സമര ദിനമായിട്ട് മാറുകയാണ്. ഇന്ത്യയിലെ തൊഴിലാളി വർഗം ഒന്നടങ്കം, ഒരുപക്ഷെ BMS ഒഴികെ എന്ന് വേണമെങ്കിൽ പറയാം, BMSന്റെ മനസ്സ് ഈ സമര പോരാട്ടത്തോടൊപ്പമാണ്. എന്തിനാണ് ഇന്ത്യൻ തൊഴിലാളി വർഗം ഈ സമരം ഇന്ന് നടത്തുന്നതെന്ന് നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട അംഗങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചതാണ്. അതുകൊണ്ട് ഞാൻ അത് സംബന്ധിച്ച് ദീർഘമായി പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സാർ, ഇന്ന് കോടിക്കണക്കിന് വരുന്ന തൊഴിലാളികളാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരായി കൊണ്ടുള്ള സമര പോരാട്ടത്തിലേക്ക് വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യൻ തൊഴിലാളി വർഗം ബ്രിട്ടീഷ് ആധിപത്യം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന സമയത്ത് തന്നെ നിരവധി പോരാട്ടങ്ങളിലൂടെ തൊഴിലാളി വർഗത്തിന് അനുകൂലമായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ രാജ്യത്തെ തൊഴിലാളി വർഗം പോരാട്ടം നടത്തി ഒട്ടേറെ അവകാശങ്ങൾ നേടിയെടുക്കുകയുണ്ടായി. തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ അത് പണിയെടുക്കാൻ വേണ്ടി മാത്രം വിധിക്കപ്പെട്ടവരാണ് എന്നുള്ള സങ്കല്പം മാറ്റിമറിച്ചുകൊണ്ട് അവരും ഈ സമൂഹത്തിൽ മാന്യമായി ജീവിക്കേണ്ടവരാണ് എന്നുള്ള തോന്നൽ വളർന്നു വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ത്യാഗപൂർണമായിട്ടുള്ള സമരം നടത്തി ബ്രിട്ടീഷുകാരുടെ കാലത്തും ഇന്ത്യ ഭരണത്തിലും തൊഴിലാളി വർഗം ഒട്ടേറെ അവകാശങ്ങൾ നേടിയെടുത്തത്. ആ അവകാശങ്ങളാണ് പടിപടിയായിട്ട് ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ NDA ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ചെയ്തു. അതുകൊണ്ടാണ് 2019-20 ഇന്ത്യയിൽ നിലവിൽ തൊഴിലാളികൾക്ക് അനുകൂലമായി ഉണ്ടായിരുന്ന നിയമങ്ങളെയെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് 4 ലേബർ കോഡുകൾ നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചത്. 2019-20 തീരുമാനിച്ചെങ്കിലും നമുക്കറിയാം, ശക്തമായ പോരാട്ടത്തിൻ്റെയും സമരത്തിൻ്റെയും ഫലമായിക്കൊണ്ട് അത് നീട്ടിക്കൊണ്ടുപോവുകയാണ്. ആ നിയമങ്ങളിലെ ചട്ടങ്ങളാണ് 2025 നവംബർ 21 മുതൽ നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത്. അതിനിടയിലാണ് ഒരു നിയമ ഭേദഗതി കൂടി ആ കാര്യത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ഗവൺമെൻറ് തയ്യാറായി. എന്തിനു വേണ്ടിയാണ് ഈ ലേബർ കോഡ് നിയമം കൊണ്ടുവന്ന് എന്ന് ജനങ്ങളോട് കൃത്യമായിട്ട് പറയാൻ വേണ്ടി കഴിയുന്നുണ്ട്? അല്ലെങ്കിൽ ലേബർ കോഡ് കൊണ്ട് തൊഴിലാളി വർഗത്തിന് എന്ത് ഗുണമുണ്ടാകുന്നു എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നുണ്ടോ? നമ്മുടെ രാജ്യത്തെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നു. അപ്പോൾ തൊഴിലാളി വർഗത്തിനും രാജ്യത്തിനും വേണ്ടാത്ത ഒരു തൊഴിൽ നിയമം അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത്. അതാർക്ക് വേണ്ടിയാണ് എന്ന് വ്യക്തമാണ്. നമുക്കറിയാം, തൊഴിലാളി വർഗത്തെ ചൂഷണം ചെയ്യാൻ വേണ്ടി ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്കും വിദേശ കോർപ്പറേറ്റുകൾക്കും സമ്പന്നർക്കും അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കാൻ വേണ്ടിയാണ്. തൊഴിലാളി വർഗത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നിലപാടല്ല ഈ ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ ഈ ഗവൺമെൻറ്റിനെ ചരിത്രം വിലയിരുത്താൻ വേണ്ടി പോകുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ തൊഴിലാളി വിരുദ്ധ ഗവൺമെൻറ് ഏതെന്ന് ചോദിക്കുമ്പോൾ 2014, 2024, 2026 ഭരിക്കുന്ന NDA ഗവൺമെൻറ്റാണ് എന്ന് രേഖപ്പെടുത്താൻ വേണ്ടി പോവുകയാണ്. സാർ, ഒരു കാര്യം ഉറപ്പുവരുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യൻ തൊഴിലാളി വർഗം ബ്രിട്ടീഷുകാരോട് പോരടിച്ചുകൊണ്ടാണ് അവകാശങ്ങൾ നേടിയെടുത്തത്. ഇന്ത്യയിലെ കർഷകർ ബ്രിട്ടീഷുകാരോട് പോരടിച്ചുകൊണ്ടാണ് അവകാശങ്ങൾ നേടിയെടുത്തത്. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമായിരുന്ന ബ്രിട്ടീഷുകാരെ കെട്ടുകെട്ടിക്കാൻ ഇന്ത്യൻ തൊഴിലാളി വർഗത്തിനും ഇന്ത്യയിലെ കർഷകർക്കും കഴിഞ്ഞെങ്കിൽ ഈ ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾ തിരുത്തി കുറിക്കാൻ ഈ തൊഴിലാളി വർഗത്തിന് കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ തൊഴിലാളി വർഗത്തെ തഴഞ്ഞുകൊണ്ട് അവരെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം എന്നുള്ള അഹന്തയാണ് ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരം തൊഴിലാളി വിരുദ്ധ നിലപാടുകളുമായിട്ട് ഗവൺമെൻറ് പോകുന്നത്. ആ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ തിരുത്താൻ വേണ്ടി തയ്യാറായില്ലെങ്കിൽ അത് തിരുത്തിക്കാൻ വേണ്ടിയുള്ള വലിയ പോരാട്ടം നമ്മുടെ രാജ്യം ഏറ്റെടുക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് ഉയർന്നു വന്ന പോരാട്ടം. അത് കേവലം തൊഴിലാളികൾ മാത്രമല്ല, ഇന്ത്യൻ കർഷകർ മുഴുവൻ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. ഇന്ത്യയിലെ മറ്റ് ജനവിഭാഗങ്ങളെല്ലാം സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. കാരണം ഇന്ന് തൊഴിലാളികളുടെ അവകാശങ്ങളാണ് നിഷേധിക്കുന്നത്. നാളെ ഞങ്ങളുടെ എല്ലാം അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമെന്ന് തിരിച്ചറിയുന്ന
മുഴുവൻ ആളുകളും ഈ പോരാട്ടത്തിലേക്ക് അണിനിരക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് ഞാൻ പറഞ്ഞു, ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ കൂട്ടുകുത്തിച്ചതാണ് ഇന്ത്യയിലെ തൊഴിലാളി വർഗവും അതുപോലെ കർഷക വർഗവും. ഇന്ന് അമേരിക്കൻ സാമ്രാജ്യത്തിന് വിടുപണി ചെയ്യുന്ന നിലപാടാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ അത് സംബന്ധിച്ച് വലിയ ചർച്ച നടന്നാണ് ബഡ്ജറ്റിൽ. നമ്മുടെ രാജ്യത്തിന്റെയും ജനങ്ങളുടെയും താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കുന്നതിന് പകരം അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. അവർ പറയുന്നതിനനുസരിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് നിർവഹിക്കുക. കോടാനുകോടി ജനങ്ങളുടെ അവകാശങ്ങളോ ആനുകൂല്യങ്ങളോ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടല്ല ഈ ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. അവരെ തകർക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് കൂടുതൽ ആളുകൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറെ കാലം ജനങ്ങളെ വഞ്ചിക്കാൻ വേണ്ടി കഴിയില്ല. എല്ലാ കാലത്തും ജനങ്ങളെ വഞ്ചിക്കാൻ കഴിയില്ല. ജാതിയുടെയും മതത്തിന്റെയും വിശ്വാസത്തിന്റെയും പേര് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തമ്മിലെടുപ്പിക്കാനും കഴിയില്ല. അതെല്ലാം ജനങ്ങൾ നല്ലപോലെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജാതിക്കും മതത്തിനും വിശ്വാസങ്ങൾക്കും എല്ലാം എതിരായിക്കൊണ്ട് തങ്ങൾക്കെതിരായി വരുന്ന നിലപാടുകൾക്കെതിരായിക്കൊണ്ട് അതിശക്തമായ പോരാട്ടം നമ്മുടെ രാജ്യത്ത് ഉയർത്തിയെടുക്കും എന്ന് തന്നെയാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചുള്ളത്. ഇന്ന് നടക്കുന്ന ഈ സമര പോരാട്ടങ്ങൾ അങ്ങും ചേറും ആ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ തൊഴിലാളി വർഗത്തിന്റെ ഭാഗമായി ഉയർന്നു വന്നാണ്. ആ തൊഴിലാളി വർഗത്തിന്റെ താല്പര്യങ്ങൾ മനസ്സിലുള്ള എല്ലാ മനുഷ്യരും ഈ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിന് എല്ലാ ഐക്യദാർഢ്യവും ഞാനും എന്റെ പ്രസ്താവനവും പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ബില്ലിനെ എതിർത്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ